കൊല്ലം ലോക്സഭാ മണ്ഡലത്തിന്റെ തീരദേശ മേഖല ഇക്കുറി അതിനിർണായകമാണ്. മത്സ്യത്തൊഴിലാളികളാണ്. നല്ല വ്യക്തമായ ഒന്നാന്തരം രാഷ്ട്രീയ കാഴ്ചപ്പാടും രാഷ്ട്രീയ ബോധ്യമുള്ള മനുഷ്യരാണ്. കാര്യമൊക്കെ അങ്ങനെയാണെങ്കിലും അവരുടെ പ്രശ്നങ്ങൾ നീർന്ന് നൂറായിരം പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടുന്നില്ലെങ്കിൽ അവിടെ കളി മാറും. നമ്മളിപ്പോൾ ഉള്ളത് കൊല്ലം ജില്ലയിലെ ശക്തികുളങ്ങര ഹാർബറിലാണ്. രാവിലെയൊക്കെ ആളുകൾ മത്സ്യബന്ധനത്തിനൊക്കെ പോകുന്നതിന്റെ ഒരു തിരക്കാണ്. തീരദേശ മേഖലയാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ ഈ മത്സ്യബന്ധനമൊക്കെ ഉപജീവന മാർഗമാക്കി ജീവിക്കുന്ന ആളുകളാണ് ഇവിടെ. അതെ, ഇതിന് തൊട്ടപ്പുറത്താണ് നീണ്ടകര ഹാർബർ. വളരെ ഫേമസ് ആണ് നീണ്ടകര ഹാർബർ. നമുക്ക് അങ്ങോട്ടേക്ക് ഒന്ന് പോവാം അല്ലേ? ചേട്ടാ, ഞങ്ങളെ 24 സൈക്കിൾ യജ്ഞവുമായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ ചൂട് എങ്ങനെയുണ്ട്? അത് നിങ്ങളുടെ മത്സ്യത്തൊഴിലാളികൾക്ക് പ്രതീക്ഷ നൽകുന്നുണ്ടോ? ഒരു തെരഞ്ഞെടുപ്പും കൂടെ. തെരഞ്ഞെടുപ്പിന്റെ ചൂടെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും 2-3 പാർട്ടികളാണ് മത്സരിക്കുന്നത്. 3 പാർട്ടിക്കും ജയിക്കും എന്നുള്ള ഒരു ധാരണ ഉണ്ടാവുമല്ലോ. നമുക്ക് പറയാൻ ഞാൻ രാഷ്ട്രീയക്കാരനാണ്. എനിക്ക് പറയാൻ പറ്റുമോ പുള്ളി ജയിക്കുന്നത്? പറയാൻ പറ്റത്തില്ല. മൂന്ന് രാഷ്ട്രീയക്കാരാണ് മത്സരിക്കുന്നത്. അപ്പോൾ 3 പേർക്ക് ജയിക്കണമെന്നുള്ള താല്പര്യമല്ലേ? പ്രവചനാതീതമാണ്. അതെ. ഇപ്പം ജനങ്ങൾക്ക് നല്ലത് ചെയ്യുന്നത് ആരാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് ജനങ്ങൾ വോട്ട് ചെയ്യും. അതിനിപ്പോൾ ആരായാലും, ഇപ്പം നിങ്ങളായാലും തന്നെ നമുക്കിപ്പം നല്ലത് ചെയ്യുന്നുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് എന്നെ വോട്ട് ചെയ്യുള്ളൂ. ചേച്ചി, ഇലക്ഷനൊക്കെ അടുത്ത് വരുമോ? വോട്ട് ചെയ്യാൻ പോകണ്ടേ? പിന്നെ പോണം. ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴേ അനൗൺസ്മെന്റ് കേട്ടു. എല്ലാ പാർട്ടിക്കാരുടെയും അനൗൺസ്മെന്റ് ഉണ്ടല്ലോ, മാറി മാറി. ഒരാൾക്ക് ചെയ്യുള്ളൂ. അല്ല, ഒരാൾക്കേ ചെയ്യുള്ളൂ. ഒരാൾക്കേ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? ഒറ്റോട്ടേ പാടുള്ളൂ കേട്ടോ. പേര് പറഞ്ഞോ? പേര് പറയത്തില്ല. അവരവർക്ക് കുറെ അവകാശമുണ്ട്. അവരവർ പുറത്തു പറയേണ്ട കാര്യമില്ല.